ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടനേകം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ളതാണ്. അതിൽപ്പെട്ട ഒരു സംഭവം ഒരു ഉപ്പയും മകനും തമ്മിലുള്ള സംഭാഷണമാണ്. മഹാനായ സഅദ് ബിൻ ഹൈസമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉപ്പ ഹൈസമ ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള സംഭാഷണം ചരിത്രത്തിൽ പ്രസക്തമാണ്. അവർ വീട്ടിലിരുന്ന് സംസാരിക്കുകയാണ്. സംസാരത്തിനിടയ്ക്ക് പുറത്തുനിന്ന് ഒരു വലിയ ശബ്ദം കേൾക്കുകയുണ്ടായി. ഈ ശബ്ദം കേട്ടപ്പോൾ ഹൈസമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മകൻ സഅദിനോട് ആ ശബ്ദം എന്താണ് എന്ന് നോക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. സഅദ് പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അദ്ദേഹം ഒന്നും സംസാരിക്കാതെ വളരെ വേഗം തന്നെ യുദ്ധത്തിനായുള്ള പടക്കോപ്പുകളൊക്കെ എടുക്കുകയാണ്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചുമരിലുണ്ടായിരുന്ന വാളെടുത്ത് വേണ്ട സാമഗ്രികളൊക്കെ റെഡിയാക്കി അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെടുന്ന രൂപത്തിൽ ഒരുങ്ങുകയാണ്. ഇത് കണ്ടപ്പോൾ ഉപ്പ ഹൈസമ ചോദിച്ചു, സഅദ്, ഞാൻ താങ്കളെ പുറത്തേക്ക് വിട്ടത് എന്താണ് ആ ശബ്ദമെന്ന് നോക്കാനായിരുന്നില്ലേ? എന്തായിരുന്നു അത്? അദ്ദേഹം മറുപടി പറയാണ്, സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധത്തിനായുള്ള വിളംബരം വന്നു കഴിഞ്ഞു. യുദ്ധം ചെയ്യാനുള്ള ആജ്ഞ അല്ലെങ്കിൽ അനുവാദം ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞു. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്കാണ് അതിന് അനുവാദമുള്ളത്. അതിനാൽ ഞാൻ പുറപ്പെടുകയാണ്. അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടാൻ നിൽക്കുകയാണ്. ഇത് പറഞ്ഞ ഉടനെ തന്നെ പിതാവ് ഹൈസമ റളിയല്ലാഹു അൻഹു തിരിച്ചു മറുപടി പറയാണ്, അതെങ്ങനെ സാധിക്കും? കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമാണെങ്കിൽ ഞാനാണ് ആദ്യം പോകേണ്ടത്. ഞാൻ വൃദ്ധനാണ്, വയോധികനാണ്. പക്ഷേ താങ്കളൊരു യുവാവാണ്. നീയാണ് ഇവിടെ ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് പോയിക്കോളാം, നീ ഇവിടെ നിൽക്കൂ എന്ന് ഉപ്പ മകനോട് പറയാണ്. മകൻ സഅദ് റളിയല്ലാഹു അൻഹു ഇത് സമ്മതിക്കുന്നില്ല. അവർ തമ്മിൽ തർക്കിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആരാണ് ഈ യുദ്ധത്തിന്റെ കൽപ്പന അനുസരിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുക? അവർ തമ്മിൽ തർക്കിക്കുകയാണ്. ആ തർക്കം ഒടുവിൽ അവർ തീരുമാനത്തിലെത്തിയത് നമുക്ക് നറുക്കിടാം ആരാ പോവാന്നുള്ളത്. അങ്ങനെ നറുക്കിടുകയും ആ നറുക്ക് മകൻ സഅദ് റളിയല്ലാഹു അൻഹു വീഴുകയും അദ്ദേഹം പുറപ്പെടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങനെ പോകുമ്പോൾ പിതാവ് ഹൈസമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബേ, എനിക്ക് എൻ്റെ മകനെ സ്വർഗത്തിൽ ഇതുപോലെ കാണാൻ തൗഫീഖ് നൽകണം റബ്ബേ എന്ന് പിതാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സഅദ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധമാണ്, അവിടെ പോവുകയും അതിൽ ഷഹീദാവുകയും ചെയ്യുന്നുണ്ട്. രക്തസാക്ഷിയുടെ കൂലി അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഉഹുദ് യുദ്ധത്തിന്റെ സമയം വന്നു. അപ്പോൾ പിതാവായ ഹൈസമ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോകുന്നുണ്ട്. റസൂലേ, ഉഹുദിനുള്ള വിളംബരം വന്നു എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നത്തിൽ എൻ്റെ മകൻ സഅദ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സഅദ് സ്വർഗത്തിലായിരുന്നു. സ്വർഗത്തിൽ വെച്ച് സഅദ് എന്നോടായി പറയുകയുണ്ടായി, ഉപ്പ, താങ്കൾ എപ്പോഴാണ് സ്വർഗത്തിലേക്ക് എൻ്റെ കൂടെ വരിക? ഞാൻ ഇവിടെയുണ്ട് എന്ന് സ്വർഗത്തിൽ നിന്ന് എൻ്റെ മകൻ എന്നോട് പറയുന്നതായി ഞാൻ സ്വപ്നം കണ്ടു റസൂലെ. അതുകൊണ്ട് താങ്കൾ എനിക്ക് ഈ യുദ്ധത്തിന് പോകാനുള്ള അനുവാദം തന്നാലും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹൈസമ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം അതൊരു വാർദ്ധക്യത്തിലേക്ക് നിൽക്കുന്ന സമയത്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ വൃദ്ധനായ, യുദ്ധത്തിന് ഒരിക്കലും കഴിയില്ല എന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള ഒരു വൃദ്ധനായിരുന്നു. തൻ്റെ മകൻ സ്വർഗത്തിലാണ്, അതുകൊണ്ട് എനിക്കും പോകേണ്ടതുണ്ട്, അതിന് അനുവാദം തന്നാൽ റസൂലെ എന്ന് റസൂലിനോട് അനുവാദം ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഉപ്പയും മകനും ഒക്കെ തർക്കിച്ചിരുന്നത്, അവർ തർക്കിച്ചിരുന്നത് ഭൗതികമായ ഒരു നേട്ടത്തിന് വേണ്ടി ആയിരുന്നില്ല. അവർക്ക് എന്തെങ്കിലും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ അല്ലെങ്കിൽ അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ ഒന്നുമായിരുന്നില്ല. മറിച്ച് ആ ഉപ്പാക്കും മകനും ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, ഞങ്ങളുടെ സ്വർഗം. ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ എനിക്ക് പോകേണ്ട സ്വർഗം അത് പൂർണ്ണമായും ഉറപ്പിക്കാനുള്ള എല്ലാ നീക്കുപോക്കുകളും ഈ ഭൗതികമായ ലോകത്ത് ചെയ്യുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, നമുക്കും ഉണ്ടാകേണ്ട ലക്ഷ്യം അത് തന്നെയാണ്. ഞാനും നിങ്ങളുമൊക്കെ മരണപ്പെട്ടതിന് ശേഷം പോകാനുള്ള ലോകം എന്നത് അവിടെ രണ്ട് ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. ഒന്നുകിൽ നമ്മൾ ചെയ്ത നന്മകൾ നിമിത്തം നമുക്ക് സ്വർഗത്തിലേക്ക് എത്താം. അതല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന തിന്മകളാണെങ്കിൽ നമുക്ക് നരകത്തിലേക്കുള്ള വാതിലും തുറക്കപ്പെടും. ഈ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത് എന്ന കാര്യം കൃത്യമായി അറിയുന്ന ആളുകളാണ് നാം ഏവരും. പക്ഷെ പിന്നീടും ഭൗതികമായ ദുനിയവിയായ അനുഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ആസ്വാദനങ്ങളിൽ ബന്ധിതനാണ് പലപ്പോഴും മനുഷ്യൻ. ഇവിടെ എന്തെല്ലാം ആസ്വദിക്കാനുണ്ടോ, എന്തെല്ലാം സ്വപ്നം കാണാനുണ്ടോ, ആ സ്വപ്നങ്ങളിൽ മാത്രമാണ് പലപ്പോഴും മനുഷ്യന്റെ ചിന്തകളും ആലോചനകളും ഉണ്ടാവുക.
നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ സ്വപ്നങ്ങളൊന്നും പൂർത്തീകരിക്കാൻ ഈ ദുനിയാവ് കൊണ്ട് കഴിയില്ല. ഭൗതികമായ ജീവിതം കൊണ്ട് നമുക്ക് നമ്മുടെ സ്വപ്നത്തെ പൂർത്തീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഏറ്റവും അന്തിമമായ, ഏറ്റവും ഉന്നതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ, അതിന്റെ സാഫല്യത്തേക്ക് എത്തണമെങ്കിൽ, പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായും ഈ ദുനിയാവ് കൊണ്ട് കഴിയില്ല. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അവരുടെ ഭൗതികമായ ജീവിതത്തിന് ശേഷം, അവരുടെ വിചാരണയ്ക്ക് ശേഷം സ്വർഗ നരകങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത്. ദുനിയാവിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്, വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ. ഓരോ പ്രായത്തിലും ആ പ്രായത്തിനനുസരിച്ചുള്ള വ്യത്യസ്തമായ പ്രതിസന്ധികൾ. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ വലിയ ടെൻഷനിലാണ്. സാമ്പത്തികമായ പ്രയാസങ്ങൾ എത്രയോ ആളുകൾ കച്ചവടവുമായി ബന്ധപ്പെട്ട് വരുമാനത്തിലെ കുറവ് കാരണം, ജോലിയിലെ സ്ഥിരതയില്ലായ്മ കാരണം എത്രയോ വലിയ പ്രശ്നങ്ങൾ മാനസികമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരോഗ്യ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ, വ്യത്യസ്തങ്ങളായ പുതിയ രോഗങ്ങളും വൈറസുകളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളത് ഇതേ മനുഷ്യരിലാണ്. അതുകൊണ്ട് തന്നെ ഏത് നിലയ്ക്കാണെങ്കിലും സാമ്പത്തികമായും ശാരീരികമായും നമ്മുടെ മാനസികമായ അവസ്ഥയും ഒക്കെ നോക്കുകയാണെങ്കിൽ അതിലൊരിക്കലും ഒരു ആസ്വാദനത്തിന്റെ പൂർണ്ണത നമുക്കിവിടെ ലഭിക്കുകയില്ല. അത് ലഭിക്കാനുള്ള ലോകമാണ് സ്വർഗം എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരു മനസ്സിനും ഒരാൾക്കും അറിയുകയില്ല, മാ ഉഖ്ഫിയ ലഹും, അല്ലാഹു അവർക്ക് രഹസ്യമാക്കി വെക്കപ്പെട്ടത് എന്താണ് എന്ന വിവരം. മിൻ ഖുർറത്തി അയുനിൻ, അവരുടെ കണ്ണുകൾക്ക് കുളിർമ പകരുന്നത്, ആ വിവരം എന്താണെന്ന് ആർക്കും അറിയില്ല. ജസാഅൻ, അതവർക്ക് പ്രതിഫലമാണ്. ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത കർമ്മങ്ങൾ നിമിത്തം അവർക്കുള്ള പ്രതിഫലമാണ് നാളെ സ്വർഗത്തിൽ അല്ലാഹു അവർക്കായി കാത്തുവെച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗത്തെ തിരിച്ചറിഞ്ഞവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ, സ്വഹാബിമാരുടെ ജീവിതം കണ്ടറിഞ്ഞ് വളർന്ന താബിയുകൾ, തബു താബിയുകൾ, അതിനുശേഷം വന്ന നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠന്മാർ, അവരെല്ലാം സ്വർഗം എന്താണെന്ന് അറിഞ്ഞ് ആസ്വദിച്ച് അതിനുവേണ്ടി പണിയെടുക്കാൻ തയ്യാറായവരായിരുന്നു. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് നിൽക്കുന്നത്. സ്വർഗത്തെ കണ്ടറിഞ്ഞ് അതിനെ മാനസികമായി ഉൾക്കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും സ്വർഗം വരുന്ന രൂപത്തിലേക്ക് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഈ പള്ളിയിലേക്ക് വന്നത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടിയാണല്ലോ. നമ്മൾ ഓരോ വക്തും നമസ്കരിക്കുന്നത്, നമ്മൾ റമദാനിൽ 30 നോമ്പ് നോറ്റത്, നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങൾ, പ്രാർത്ഥനകൾ, ദിക്റുകൾ, ദുആകൾ, ഇതെല്ലാം നമ്മുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടിയാണ്. ആ സ്വർഗത്തെ പറ്റിയുള്ള മാനസികമായ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വ്യർത്ഥമായി പോകും, അർത്ഥമില്ലാതായി പോകുമെന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഫമൻ സുഹ്സിഹ അനിൻ നാർ വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആരാണ് വിജയിച്ചത് എന്നതിനുള്ള ഉത്തരമാണ് പറയുന്നത്. ആരാണോ അവൻ സുഹ്സിഹ അനിൻ നാർ, നരകത്തിൽ നിന്നും മോചനം നേടിയത്, ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചത്, അവനാണ് വിജയി. അതിനുശേഷം ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിക്കപ്പെട്ട ഒരു വചനാണിത്. ഈ ഭൗതികമായ ഈ ദുനിയവിയായ ലോകം ഉണ്ടല്ലോ, അത് മതാഉൽ ഖുറൂർ മാത്രമാണ്. നിങ്ങളെ വഞ്ചിക്കപ്പെടുന്ന, നിങ്ങളെ ചതിക്കപ്പെടുന്ന, നിങ്ങൾ കബളിക്കപ്പെടുന്ന ഒരു വിഭവം മാത്രമാണ് ഈ ദുനിയാവിലെ ആസ്വാദനങ്ങൾ എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്വർഗത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ആലോചനകളിൽ സ്വർഗം കടന്നു വരാനാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലകും ഫീഹാ മാ തസ്തഹി അൻഫുസകും വലകും ഫീഹാ മാ തദ്ഉൻ. ഒരു വ്യക്തി അവൻ ചിന്തിക്കുന്ന, അവൻ ആലോചിക്കുന്ന, അവന്റെ മനസ്സിന് ആഗ്രഹിക്കുന്ന എന്തും ലഭിക്കുന്ന ഒരു ലോകമാണ് സ്വർഗം. ദുനിയാവിൽ കുറെ പ്രയാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, കുറെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞു. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ എപ്പോഴും ഒരു പൂർണ്ണതയിലെത്താൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ പൂർണ്ണതയുടെ ലോകമാണ് സ്വർഗം. നമ്മെ കാത്തിരിക്കുന്ന ശാശ്വതമായ സ്വർഗം, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും, നമ്മുടെ മനസ്സിൽ നമ്മൾ കൊതിക്കുന്നത് എന്തും നമുക്ക് ലഭിക്കുന്ന, നിങ്ങൾ വലക്കും ഫീഹാ മാ തദ്ഉൻ, നമുക്ക് എന്താവശ്യപ്പെട്ടാലും ലഭിക്കുന്ന ലോകമാണ് ആ സ്വർഗം എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഒന്നാമതായി ആ സ്വർഗത്തെ അറിയാൻ നമ്മൾ പഠിക്കണം. നാളെ ഭാവിയിൽ നമ്മുടെ മരണശേഷം നമ്മെ കാത്തിരിക്കുന്ന ആ സ്വർഗത്തെ പറ്റി അറിയാനും പഠിക്കാനും നമ്മുടെ ഉള്ളിലേക്ക് അത് ഇറങ്ങാനും നമ്മൾ പരിശ്രമിച്ചേ പറ്റൂ. ആർക്കാണ് സ്വർഗം? ആർക്കെങ്കിലും കിട്ടുന്ന ഒന്നാണോ സ്വർഗം? ഒരിക്കലുമല്ല. അവിശ്വാസികളായ ആൾക്ക് ഉള്ളതല്ല സ്വർഗം. സത്യനിഷേധികളായ ആളുകൾക്കുള്ളതല്ല സ്വർഗം. കാഫിര്യങ്ങൾക്കും മുനാഫികൾക്കും ഒന്നുമല്ല സ്വർഗമുള്ളത്. മറിച്ച് വിശ്വാസമുള്ള, ഭൗതികമായ ലോകത്തുള്ള അടിച്ചുപൊളികൾക്ക് പിന്നാലെ പോയി ലൈഫ് എപ്പോഴും ആസ്വദിക്കേണ്ടതാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആ ആസ്വാദനങ്ങൾക്ക് പിറകെ മാത്രം പോകുന്ന ആളുകൾക്കല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടുള്ളത്. അത് വിശ്വാസികൾക്കും സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്കുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ യുമിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹൻ യുകഫിർ അൻഹു സയ്യിആതിഹി വയുദ്ഖിൽഹു ജന്നാത്ത്. ആരാണോ അവന്റെ വിശ്വാസത്തെ വിമലീകരിച്ചുകൊണ്ട്,
ഏറ്റവും കൃത്യമുള്ളതാക്കിക്കൊണ്ട് വിശ്വാസത്തെ പരിവപ്പെടുത്തുന്നത്. രണ്ടാമതായി വയഅമൽ സ്വാലിഹ, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ ആരാണോ യുക്കഫിർ അൻഹു സയ്യിആതി, അവനിൽ സംഭവിച്ചു പോകുന്ന പാപങ്ങളെല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കും. ശേഷം വയുദ്ഖിലുഹു ജന്നാത്ത്, അതിനുശേഷം അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം ഏറ്റവും കൃത്യമാക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ കൊതിക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി നമ്മൾ കാണുന്ന ആ സ്വർഗത്തിൽ എത്തണമെങ്കിൽ നമ്മുടെ വിശ്വാസം കൃത്യമാകണം. അതിൽ യാതൊരു നിലയ്ക്കില്ല നിഫാഖ് കടന്നു വരാൻ പാടില്ല, കുഫ്ർ കടന്നു വരാൻ പാടില്ല, ശിർക്കിന്റെ ഒരു അംശവും കടന്നു വരാൻ പാടില്ല, വിദ്യാർത്ഥികൾ വരാൻ പാടില്ല. നമ്മുടെ വിശ്വാസം വിമലീകരിക്കാൻ നമുക്ക് സാധിക്കണം. വയഅമൽ സ്വാലിഹ, ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ അതോടൊപ്പം തുടർച്ചയായി ചെയ്യാനും നമുക്ക് സാധിക്കണം. അത്തരം ആളുകൾക്കാണ് സ്വർഗമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് സ്വർഗം? അനുഗ്രഹങ്ങൾക്ക് യാതൊരു കണക്കുമില്ലാത്ത, ഒരുപക്ഷെ ഒരു മനുഷ്യന് മാലാ ഐനുൻ റാഅത് വലാ ഉദുനുൻ സമിഅത്, ഒരു കണ്ണും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഒരു ലോകമാണ് സ്വർഗം. നമ്മെ കാത്തിരിക്കുന്ന മുത്തഖീങ്ങളായ ആളുകളെ അവർക്ക് വേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ട ആ സ്വർഗം എന്നത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല, ആരും അവിടെയുള്ള ആസ്വാദനങ്ങൾ ആസ്വദിച്ചിട്ടില്ല. നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മുടെ റബ്ബ് നമുക്ക് ഒരുക്കി വെക്കപ്പെട്ട ആ സ്വർഗീയ ലോകത്തെ പറ്റി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരിക്കലും ദുനിയാവിനോട് നമുക്ക് സ്വർഗം തുലനം ചെയ്യാൻ സാധിക്കില്ല. ദുനിയാവും സ്വർഗവും ഇവിടെയുള്ള അനുഗ്രഹങ്ങളും അത് ഇവിടെയുള്ളതിന്റെ ഇത്ര ഇരട്ടി അനുഗ്രഹമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നമ്മളാരും അത് കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ ആലോചനകൾക്ക് ചെറിയൊരു ഹിൻസ് കിട്ടാൻ വേണ്ടി, ഒരു ത്രെഡ് കിട്ടാൻ വേണ്ടി പടച്ച തമ്പുരാൻ ഖുർആനിലൂടെ പല തവണയായി, പല ആവർത്തിയായി സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ആ അനുഗ്രഹങ്ങളെക്കാൾ ഈ പറയുന്ന, നമ്മൾ കേൾക്കുന്ന, നമ്മുടെ മനസ്സിൽ നമ്മുടെ ചെറിയ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ഈ അനുഗ്രഹങ്ങളെക്കാൾ എത്രയോ വലുതാണ് നാളെ സ്വർഗത്തിൽ നമ്മെ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്വർഗത്തിൽ ഒരു ചാട്ടവാർ വെക്കാനുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലം ഖൈറുൻ മിന ദുനിയ വമാ ഫീഹാ, ഒരു ചെറിയ ചാട്ടവാറെ അതിനെ വെക്കാനുള്ള സ്ഥലം സ്വർഗത്തിൽ കിട്ടിയാൽ അത് ഈ ദുനിയാവും അതിലുള്ള മുഴുവനും വെക്കാനുള്ളതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് ആ സ്വർഗത്തിന്റെ വിശാലതയെ പറ്റി പറയുന്നുണ്ട്. വ്യത്യസ്ത നിറങ്ങളാണ് സ്വർഗത്തിനുള്ളത്. ആ നിറങ്ങളെല്ലാം മനസ്സിന്, കണ്ണിന് കൺകുളിർമ പ്രദാനം ചെയ്യുന്ന നിറങ്ങളുള്ള, വ്യത്യസ്ത പേരുകളുള്ള, ജന്നത്ത് എന്നും ജന്നത്തുൽ ഫിർദൗസ് എന്നും, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെ ജന്നാത്തുൽ ഫിർദൗസ് എന്നും ദാറുസ്സലാം എന്നും എല്ലാം സ്വർഗത്തിന് പേരുകളുണ്ട്. സമാധാനത്തിന്റെ ഭവനം. ഇന്ന് പല വീടുകൾക്കും ദാറുസ്സലാം എന്നൊക്കെ പേരിടും. പക്ഷെ അവിടെ ഭയങ്കര ടെൻഷനാണ്. വീട്ടിൽ പലപ്പോഴും പരസ്പരമുള്ള അടിയും മക്കാണൊക്കെ ഉണ്ടാവുക. പക്ഷെ അതിന് പകരമായി സ്വർഗം എന്നാൽ അത് കേവലം ദാറുസ്സലാം എന്ന പേരിൽ മാത്രമുള്ളതല്ല, സമാധാനത്തിന്റെ ലോകമാണ്. യാതൊരു നിലയ്ക്കുള്ള ടെൻഷനും ഇല്ലാത്ത, ഉച്ചത്തിൽ ശബ്ദമില്ലാത്ത, നമുക്ക് എല്ലാ നിലയ്ക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന്റെ ആസ്വാദനത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തപ്പറ്റുന്ന ലോകമാണ് സ്വർഗീയ ലോകം. ഉപരിലോകത്താണ് സ്വർഗം സ്ഥിതി ചെയ്യുന്നത്. 8 കവാടങ്ങളാണ് സ്വർഗത്തിനുള്ളത്. കലർപ്പില്ലാത്ത കസ്തൂരിയുടെ മണമാണ് സ്വർഗത്തിൽ ഉണ്ടാവുക. ആകാശഭൂമികളോളം വിശാലമാണ് സ്വർഗീയ ലോകമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നുണ്ട്. മണിമേടകളും കൊട്ടാരങ്ങളും തലയിണകളും മെത്തകളും പരവതാനികളും ചാരിയിരിക്കാവുന്ന മഞ്ചങ്ങളും തോട്ടങ്ങളും ഫലവൃക്ഷങ്ങളും സ്വർഗീയ പാനീയങ്ങളും സ്വർഗീയ ഇണകളും എല്ലാമായി ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആസ്വദിക്കാനുള്ള ആ സ്വർഗീയ ലോകത്തെ പറ്റി പറഞ്ഞിരുന്നുണ്ട്. ആ ലോകത്തെ പറ്റി ചിന്തിക്കാനും പഠിക്കാനും ഒക്കെയാണ് നമ്മൾ ആദ്യമായി സമയം കാണേണ്ടത്. പ്രിയപ്പെട്ടവർ, അവിടെ വാർദ്ധക്യമില്ല. നമ്മൾ യുവാക്കളായിരിക്കും സ്വർഗത്തിൽ. ഇവിടെ ഒരുപക്ഷെ നടക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാവും, ഇങ്ങനെ മുട്ടൊക്കെ മടക്കിയിരിക്കാൻ പ്രയാസമുള്ള ആളുകളായിരിക്കും. പക്ഷെ സ്വർഗത്തിൽ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് നേരിടാനില്ല. വാർദ്ധക്യമില്ലാത്ത, എപ്പോഴും യൗവനത്തിലുണ്ടാകുന്ന ഒരു പ്രകൃതമായിരിക്കും സ്വർഗത്തിൽ ഉണ്ടാവുക. സാമ്പത്തികമായ പ്രയാസങ്ങളില്ല. ഏതും എപ്പോഴും ആസ്വദിക്കാൻ കഴിയുന്ന, ആവശ്യപ്പെട്ടാൽ കിട്ടുന്ന രൂപത്തിലുള്ള ഒരു ലോകമാണ് സ്വർഗം. മാത്രമല്ല, മനസ്സിന് എപ്പോഴും സമാധാനം മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. മാത്രമല്ല, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നമ്മുടെ അള്ളാഹുവിനെ, നമ്മെ സൃഷ്ടിച്ച റബ്ബിനെ നേരിട്ട് കണ്ടുമുട്ടാൻ കഴിയുന്നു എന്നതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അത് സ്വർഗീയവാസികൾക്ക് മാത്രം ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഇതെല്ലാം ലഭിക്കണമെങ്കിൽ ഉഇദ്ദത് ലിൽ മുത്തഖീൻ എന്ന വാചകം നമ്മൾ നിരന്തരം ആവർത്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഒരുക്കി വെക്കപ്പെട്ട് കഴിഞ്ഞു. ആർക്കുള്ളതാണത്? ലിൽ മുത്തഖീൻ, തഖ്വ ഉള്ളവർക്ക്, സൂക്ഷ്മതയുള്ളവർക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കുന്ന ആളുകൾക്കാണ് ആ സ്വർഗീയ ലോകം ഒരുക്കി വെക്കപ്പെട്ടുള്ളതെന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമതായി, ആ സ്വർഗത്തെ കൊതിക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കണം. നമ്മുടെ സ്വപ്നങ്ങളിൽ, നമ്മുടെ ചിന്തകളിലും ആലോചനകളിലുമൊക്കെ സ്വർഗം എപ്പോഴും കടന്നു വരണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നല്ലോ, ഒരു യുദ്ധത്തിന്റെ സമയത്ത് സ്വഹാബിയായ ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആ സ്വർഗം നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു യുദ്ധത്തിന്റെ സമയത്ത് ആ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി സ്വഹാബിമാരോട് കൽപ്പിക്കുകയാണ്, ദാ സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ വാചകം കേട്ടതോടുകൂടി തന്റെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം അത് തുപ്പിക്കളയുകയും വായുകളിൽ എടുത്തു കളയുകയും ചെയ്ത് യുദ്ധത്തിലേക്ക് എടുത്തു ചാടുകയാണ്. ശേഷം അവിടെ ഷഹീദാവുകയാണ് സ്വഹാബിമാര്. ഒന്ന് ആലോചിച്ച് പ്രിയപ്പെട്ടവരെ,
അവരൊക്കെ കണ്ട സ്വർഗത്തിന്റെ സ്വപ്നം അത് ഏത് രൂപത്തിലുള്ളത്? നമ്മളൊക്കെ ഏത് രൂപത്തിൽ നമ്മുടെ സ്വർഗത്തെ കണ്ടിട്ടുള്ളത്? നമ്മുടെ മനസ്സിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ സ്വപ്നത്തിലോ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ചിന്തകളിലോ യാത്രകളിലോ എപ്പോഴെങ്കിലും നമ്മൾ നാളെ പോകാനുള്ള ആ സ്വർഗത്തെ പറ്റി ഏതെങ്കിലും ഒരു നിലയ്ക്കുള്ള ചിന്ത കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അവരൊക്കെ കണ്ട സ്വർഗത്തിന്റെ ആ കാഴ്ച എന്നത് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്നു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഖലീഫ ഉമർ, അദ്ദേഹം പറയുന്നുണ്ട് പല സമയങ്ങളിലായിക്കൊണ്ട്, പ്രവാചകരെ, ഞാൻ എങ്ങാനും സ്വർഗത്തിൽ പ്രവേശിക്കോ, എനിക്ക് സ്വർഗത്തിൽ ഒരു ഇടമുണ്ടാകുമോ എന്ന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ചോദിക്കുകയാണ്. റസൂലിനോട് അദ്ദേഹത്തിന്റെ ടെൻഷൻ, ബേജാറിൽ പ്രകടിപ്പിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നുണ്ട്, ഞാൻ സ്വർഗത്തിന്റെ അരികിലേക്ക് പോയപ്പോൾ, ഞാൻ ഇസ്രാ മിഅ്റാജിന്റെ സമയത്ത് സ്വർഗത്തിന്റെ അടുക്കിലേക്ക് പോയപ്പോൾ അവിടെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറിന്റെ ഇടം ഉമറിന് ലഭിക്കുമെന്ന് ചോദിച്ചില്ലേ, അവിടെ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഖത്താബിന്റെ മകൻ ഉമറിനുള്ളതാണ് എന്ന്. അത് കണ്ടപ്പോൾ ഞാനത് ഉമറിനുള്ളതാണല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ പ്രവേശിക്കണോ എന്ന് ആലോചിച്ചു. പക്ഷെ താങ്കൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ കയറിയില്ല. താങ്കൾക്ക് അവിടെ ഒരു കൊട്ടാരമുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഈ ഉമർ റളിയല്ലാഹു നിരന്തരം തനിക്ക് സ്വർഗമുണ്ട് എന്നും അവിടെ ഒരു കൊട്ടാരമുണ്ട് എന്നൊക്കെ അറിയപ്പെട്ട ഉമർ വീണ്ടും 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 ഇടയ്ക്കിടയ്ക്ക് പ്രവാചകനോട് ചോദിക്കുന്നത്, റസൂലെ, എനിക്ക് സ്വർഗത്തിൽ ഒരു ഇടം ഉണ്ടാവുമോ, ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്പേസ് എങ്കിലും എനിക്ക് സ്വർഗത്തിൽ കിട്ടുമോ എന്ന ടെൻഷനായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ആ സ്വർഗത്തിന് വേണ്ടി നിരന്തരം പണിയെടുക്കാനൊക്കെ അവർ തയ്യാറായിരുന്നു എന്നതാണ് അതിന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഭൗതികമായി നമുക്ക് ലഭിക്കുന്ന ഒന്നും ഈ സ്വർഗത്തിന് മാനദണ്ഡമല്ല. ഇവിടെ നമ്മൾ ആരാണ് എന്നോ, എത്ര അക്ക ശമ്പളം ലഭിക്കുന്ന ആളാണെന്നോ, എത്രത്തോളം സമാധാനത്തോട് ജീവിക്കുന്ന ആളാണെന്നോ, എത്ര മക്കളുണ്ടെന്നോ, ഭാര്യയുണ്ടോ എന്നോ ഒന്നും വിഷയമല്ല. ഇവിടെയുള്ള അനുഗ്രഹങ്ങളുടെ ഏറ്റക്കുറച്ചുകൾ നമുക്ക് സ്വർഗത്തെ ബാധിക്കുന്ന വിഷയമല്ല. മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് സ്വർഗം ഒരു ആഗ്രഹമായി മാറുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ മുൻഗാമികൾക്ക് സ്വർഗം മാത്രമായിരുന്നു ആഗ്രഹം. അവരുടെ ജീവിതം ഉടനീളം ആ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് മാത്രമായി സ്വർഗം മാറുന്നു എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇത് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി പണിയെടുക്കണം. സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്, ഒരുപാട് അമലുകളുണ്ട്. ആ അമൽ സ്വാലിഹാത്തുകളും സ്വാഭാവികം അതിന്റെ കൂടെ ചെയ്തു പോയാലേ അവർക്ക് സ്വർഗമുള്ളൂ. ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നരകത്തിൽ നിന്നുള്ള മോചനം ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിട്ടുവീഴ്ച കൊണ്ടാണ്. അള്ളാഹുവിന്റെ അഫു കൊണ്ട്, വിട്ടുവീഴ്ച കൊണ്ടാണ് നരകത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നത്. സ്വർഗത്തിൽ പ്രവേശിക്കുന്നതോ അത് നമ്മുടെ കഴിവുകൊണ്ടല്ല, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. എന്നാൽ അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്, സ്വർഗത്തിലെ പദവികളും സ്ഥാനങ്ങളും അതിന്റെ ഉന്നതികളൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുക. സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത് നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ടല്ല, അത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ശേഷം സ്വർഗത്തിലുള്ള ഓരോ പദവികളും സ്ഥാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലുള്ള ആ പദവികൾ ലക്ഷ്യം വെച്ചുകൊണ്ട്, എന്തെല്ലാമാണ് നേട്ടങ്ങൾ എന്ന് ആലോചിച്ചുകൊണ്ട്, അത് നമ്മുടെ ഉള്ളകങ്ങളിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് പ്രവർത്തനം? ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസം കൃത്യമാക്കണം. കറകളഞ്ഞ വിശ്വാസമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മുടെ വിശ്വാസത്തിൽ ഒരിക്കലും ശിർക്ക് കലരാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ഒരാളോട് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം പോലും പകുത്തു വയ്ക്കാൻ നമുക്ക് അനുവാദമില്ല. അള്ളാഹുവാണ് എല്ലാത്തിനും, എല്ലാ പ്രാർത്ഥനയ്ക്കും സഹായാഭ്യർത്ഥനയ്ക്കും അർഹനായിട്ടുള്ളവൻ എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊന്ന് ഇഖ്ലാസാണ്, നിഷ്കളങ്കതയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, രഹസ്യമായിക്കൊണ്ടൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്ന പ്രാർത്ഥനകൾ, നമുക്കൊന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഒരുപക്ഷെ പള്ളിയിൽ നമസ്കാര ശേഷമോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാവുന്ന ഒരു സമയത്തോ റബ്ബിനോട് ഒറ്റയ്ക്ക് ഇരുന്ന് മാറി പ്രാർത്ഥിക്കാൻ, കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്ന രൂപത്തിൽ, റബ്ബേ, എനിക്ക് ആ സ്വർഗം എത്തിക്കണം റബ്ബേ, ആ സ്വർഗത്തിൽ എന്നെയും എന്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ എത്തിക്കണം റബ്ബേ എന്ന് ആത്മാർത്ഥമായി സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇഖ്ലാസ് നമുക്ക് ഉണ്ടാവണം. അതും സ്വർഗപ്രവേശനത്തിന്റെ മാനദണ്ഡമായി പഠിപ്പിക്കപ്പെടുന്നതാണ്. മറ്റൊന്ന് ക്ഷമയാണ്, സ്വബ്റാണ്, തവക്കുലാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ ആ പ്രശ്നം വന്നു കഴിഞ്ഞ ഉടനെ തന്നെ എന്താ ഈ ഒരു പ്രശ്നം, എന്നെ മാത്രം ഇങ്ങനെ വേട്ടാടിക്കൊണ്ടിരിക്കുന്നത്, അള്ളാഹു എന്തൊരു ക്രൂരനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു അസുഖം വരുമ്പോഴേക്കും, ഒരു രോഗം വരുമ്പോഴേക്കും, ആ രോഗം എനിക്ക് മാത്രമേ ഉള്ളൂ, എന്തൊരു ശപിച്ച ലോകമാണിത്, എനിക്ക് മാത്രം ഈ അസുഖം നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുക, എനിക്കാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ വീണ്ടും വീണ്ടും അതേ അസുഖം അല്ലെങ്കിൽ അതേ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ, കച്ചവടത്തിൽ യാതൊരു ബർക്കത്തും ഇല്ലാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ആർക്കാണോ അവിടെ ക്ഷമിക്കാൻ കഴിയുന്നത് അത്തരം ആളുകൾക്കാണ് സ്വർഗമുള്ളത്. ദുനിയാവിൽ ഒരിക്കലും നമുക്ക് ഒന്നിന്റെയും പൂർണ്ണത ഇരുത്തില്ല. കാരണം സ്വർഗത്തിലാണ് എല്ലാത്തിന്റെയും പൂർണ്ണമായ അവസ്ഥ, ആസ്വാദനം അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയാക്കിയപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന്, റബ്ബിനെ ഭയപ്പെടുക എന്നുള്ളതാണ്. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് അള്ളാഹു ആയിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി അവിടെ ഉണ്ടാവേണ്ടത്. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ചായിരിക്കണം നമ്മൾ അതിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, സൂറത്തുർ റഹ്മാനിൽ നമുക്ക് കാണാം. അള്ളാഹുവിനെ ആരാണോ ഭയപ്പെടുന്നത് അവർക്ക് 2 സ്വർഗമുണ്ട് എന്ന കാര്യം സൂറത്തുൽ റഹ്മാൻ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക.
നമ്മുടെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നത് അത് സ്വർഗ്ഗപ്രവേശനത്തിന് മാനദണ്ഡമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്. അതുപോലെ വതസ്ലുർ റഹീം, നമ്മുടെ കുടുംബ ബന്ധം അത് ചേർക്കുക, വിളക്കി ചേർക്കുക. നാളെയും മറ്റന്നാൾക്ക് ഒഴിവാണ്, അവധി ദിവസമാണ്, പ്രത്യേകിച്ച് എന്താ പ്ലാൻ ചെയ്യേണ്ടത്? വേറെ അജണ്ടകളൊന്നുമില്ല എങ്കിൽ കുടുംബ സന്ദർശനം പ്ലാൻ ചെയ്യാം. കുടുംബത്തിൽ രോഗിയായ ഒരു വ്യക്തിയുണ്ട്, പോയി കാണാൻ നേരിട്ട്, അതിനൊക്കെ വലിയ പുണ്യമുണ്ട്, അത് നമ്മുടെ സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അതുപോലെ തഖ്വയുള്ളവരാവുക, എല്ലാ നിലയ്ക്കും റബ്ബിനെ സൂക്ഷ്മതയുള്ള, റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാവും ലൈംഗികാവയവും സൂക്ഷിക്കലും സ്വർഗത്തിന്റെ ഭാഗമാണ്, സ്വർഗ്ഗപ്രവേശനത്തിന്റെ മാനദണ്ഡമാണ്. അതുപോലെ അയൽവാസിയെ ആദരിക്കൽ, മിണ്ടാപ്രാണിക്ക് വെള്ളം നൽകൽ, വഴിയിലെ ഉപദ്രവം നീക്കൽ. ആലോചിക്കൂ, വഴിയിൽ നിന്നൊരു ഉപദ്രവം നീക്കുക എന്നത് പോലും, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു മിണ്ടാപ്രാണിക്ക് വെള്ളം കൊടുക്കുക എന്നത് പോലും നമ്മുടെ സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. നിരന്തരമായ പരിശ്രമമാണ് വേണ്ടത്. എപ്പോഴെങ്കിലുമൊക്കെ തോന്നുന്ന സമയത്ത് ഇടയ്ക്കൊരു ഈമാനികമായ ഊർജ്ജം, ഒരു ഖുതുബയോ ക്ലാസ്സോ കേൾക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഉഷാറാവും. അത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഒഴിവാക്കി വീണ്ടും അതേ തിന്മയുടെ പാതയിൽ പോവുക, ഇതൊരു വിശ്വാസിക്ക് ചേർന്നതല്ല. സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവൻ നിരന്തരം നിതാന്തമായി അതിന് പരിശ്രമിക്കുന്ന ആളായിരിക്കും. അവൻ എപ്പോഴും ഈമാനികമായ ഒരു ഊർജ്ജത്തിലായിരിക്കും അവൻ നിലനിൽക്കുക. അതുപോലെ തന്നെ ആത്മാർത്ഥമായ പ്രാർത്ഥന. ഇവിടെ സ്വർഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. നമ്മുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി ഒരു വ്യക്തി ഒരു ദിവസം 3 തവണ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വർഗം അവന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. റബ്ബേ, ഈ ഇന്നൊരു വ്യക്തി അവൻ സ്വർഗപ്രവേശനത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് റബ്ബേ എന്ന് അവൻ സ്വർഗം ലഭിക്കണം എന്ന വിഷയത്തിൽ അള്ളാഹുവിനോട് ശുപാർശ ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും അതിന്റെ കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വേഗത്തിൽ മുന്നേറണം. സ്വർഗത്തിന്റെ ഒരു വിഷയം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചിന്തിക്കാനില്ല പ്രിയപ്പെട്ടവരെ. ഇന്നൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗപ്രവേശനം എളുപ്പമാകുമെന്ന് സ്വഹീഹായ ഒരു ഹദീസ് കേട്ടാൽ, ഖുർആനിലൊരു വചനം കേട്ടാൽ പിന്നെ ഒരു വിശ്വാസിക്ക് മറ്റ് മറുത്തൊന്നും ചിന്തിക്കാനില്ല. കാരണം നമുക്കറിയാം നാളെ മരണമുണ്ട്. അത് എപ്പോഴാണ്, എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ആ മരണശേഷം നമുക്കൊരു ഖബറുണ്ട് എന്നും ബർസഖ് ഉണ്ട് എന്നും അതിനുശേഷം ഹിസാബ് ഉണ്ട് എന്നും അതിനുശേഷം നമുക്ക് സ്വർഗം അല്ലെങ്കിൽ നരകം എന്ന ഈ 2 ഓപ്ഷനേ ഉള്ളൂ എന്ന കാര്യവും പൂർണ്ണമായ ബോധ്യമുള്ളവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ നമുക്കറിയുന്ന ആ വിശ്വാസത്തെ പൂർണ്ണമായും ഹൃദയത്തിൽ ഏറ്റെടുക്കണമെങ്കിൽ സ്വർഗമുണ്ട് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഉറപ്പായ അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, സ്വർഗവും നരകവും ഹഖ്ഖാണ്, സത്യമാണ്, ഉറപ്പാണ് എന്ന ബോധ്യമുള്ള ആളുകൾ എന്ന നിലയ്ക്ക് അതിലേക്ക് ഓടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. കുറച്ചൊന്നും കഴിയട്ടെ, ഇപ്പൊ തന്നെ നന്നാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു യുവാവായ ഒരു യുവത്വത്തിലല്ലേ ഉള്ളത്, കുറച്ചൊരു പ്രായമൊക്കെ ആവട്ടെ, അപ്പൊ പള്ളിയിലേക്ക് ഇങ്ങനെ ചിട്ടയായി വരാം, ജമാഅത്തൊക്കെ അപ്പൊ കറക്റ്റ് ആക്കാം, നോമ്പൊക്കെ അന്ന് ഒന്നുകൂടി ഉഷാറായിട്ട് എടുക്കണം, ഖുർആൻ പാരായണത്തിന് കുറച്ച് സമയം, കുറച്ചൊന്ന് പ്രായമായിട്ട് കാണാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. ഖുർആനിൽ സ്വർഗത്തിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണമെന്നും സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ മുൻകടക്കണം, മറികടക്കണം, അതിലേക്ക് ഓടിയെടുക്കണമെന്നുമുള്ള വ്യത്യസ്ത കൽപ്പനകൾ കാണാൻ സാധിക്കും. ആ സ്വർഗം എന്നത് ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാനുള്ള, പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ഒരു വിഷയമേ അല്ല. എന്തെങ്കിലും ഒരു കർമ്മം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്പാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ നിമിഷമാണ് അതിന്റെ സമയം. അതല്ലാതെ മാറ്റിവെക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സ്വർഗത്തിന്റെ വിഷയത്തിൽ നമുക്ക് വിഘാതം നിൽക്കുന്ന, തടസ്സം നിൽക്കുന്ന തിന്മകൾ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. കാരണം നമുക്ക് പ്രധാനം ഈ തിന്മയിൽ നിന്ന് ലഭിക്കുന്ന, അത് ഏത് രൂപത്തിലുള്ളതാവട്ടെ, ആ തിന്മയിൽ നിന്ന് ലഭിക്കുന്ന ആസ്വാദനമല്ല നമുക്ക് വേണ്ടത്. മറിച്ച് സ്വർഗം എന്ന ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ശാശ്വതമായി നമുക്ക് ലഭിക്കുന്ന മരണാനന്തരമുള്ള ആ ആസ്വാദനമാണ് നമുക്ക് ബാക്കിയാവുന്നത് എന്ന ചിന്ത നമുക്ക് ആ തിന്മയിലേക്ക് പോകുമ്പോൾ, അതിന്റെ സാഹചര്യവുമായി അടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ ലക്ഷ്യബോധം ഉണ്ടാവണം. ജീവിതം അലക്ഷ്യമായി സമയമൊക്കെ ഇങ്ങനെ അനാവശ്യമായി ചെലവഴിക്കേണ്ട ഒന്നല്ല നമ്മുടെ ജീവിതം. നമുക്ക് സ്വർഗം എന്ന വലിയ ലക്ഷ്യമുണ്ട്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മൾ. ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ നാളെ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് പുതിയ നന്മകൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്, പുതിയ സുന്നത്തുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് കണ്ണാടിയുടെ മുകളിൽ നിന്ന് വന്ന് ഒറ്റയ്ക്ക് നിൽക്കുക, സ്വയം ഇങ്ങനെ ആലോചിക്കുക, റബ്ബേ കുറെ കാലമായിട്ട് ഞാൻ ഇവിടെ ജീവിക്കുന്നു, ഈ ഭൂമിയിൽ നിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നീ തന്ന വെള്ളവും വായുവും ഭക്ഷണവും ഒക്കെ കഴിച്ചുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ കുറെ വർഷങ്ങളായാലും ജീവിക്കുന്നു. ഇത്രയും കാലമായി എനിക്ക് എന്റേതെന്ന് പറയാൻ, എന്റെ സ്വർഗപ്രവേശനത്തിന് എനിക്ക് ഉപകാരപ്പെടുമെന്ന് പറയാൻ വലിയ അമലുകളൊന്നും ഇല്ലല്ലോ റബ്ബേ. എനിക്ക് ചില മാറ്റങ്ങൾ ആവശ്യമാണ്. ഞാൻ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരു ചിട്ട ഉണ്ടാവും. എന്റെ ഇബാദത്തുകളിൽ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കർമ്മങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ടാവും. രഹസ്യമായും ആരും കാണാതെയും എനിക്ക് റബ്ബേ ഇനി ഒരുപാട് അമലുകൾ ഉണ്ടാവും എന്നൊക്കെ പറയാൻ ആ സ്വർഗം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ സാധിക്കുക സ്വർഗത്തെ പറ്റി അറിയുമ്പോഴാണ്, അതിനെപ്പറ്റി കൊതിക്കുമ്പോഴാണ്, അതിനുവേണ്ട കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വരുമ്പോഴാണ്, അത് തുടർച്ചയായി കൊണ്ടുപോകുമ്പോഴാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്വർഗം എന്നത് നാം ഏവരും അതിയായി ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മുൻഗാമികളെയും നമ്മുടെ മക്കളെയും എല്ലാം സ്വർഗീയ ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പലരെയും ഒരുപാട് സ്നേഹിക്കാറുണ്ട്, പലരോടും വലിയ ഇഷ്ടം നമുക്കുണ്ടാവാറുണ്ട്, പലരും നമ്മെയും സ്നേഹിക്കാറുണ്ട്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഇണതുണകൾ, മാതാപിതാക്കൾ, മക്കൾ, നമ്മുടെ അയൽവാസികൾ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കാറുണ്ട്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ സ്നേഹം ഉണ്ടാവേണ്ടത് അവൻ്റെ റബ്ബിനോടാണ്. റബ്ബിനോടുള്ള സ്നേഹം കഴിഞ്ഞാൽ അവൻ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ ബോധം ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാവേണ്ടതുണ്ട്. നാം നമ്മളെക്കാൾ ഏറെ സ്നേഹിക്കുന്നത് നമ്മുടെ റസൂലിനെയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം ഖുർആൻ തന്നെ പറയുന്നു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഏറ്റവും ഉദാത്തമായ നല്ലതായ ഒരു മാതൃക അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തന്റെ ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ഓരോ നിമിഷത്തിലും മാതൃകയാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി പാലിച്ച് റസൂലിന്റെ സംസാരങ്ങളും മൗനങ്ങളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം കൃത്യമായി നോട്ട് ചെയ്ത ഹദീസുകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. ഖുർആനും ഹദീസുമാണ് നമ്മുടെ പ്രമാണങ്ങൾ. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ വിഷയത്തിൽ, റസൂലിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇസ്ലാമിക ലോകത്ത് ഒരുപാട് വർഷങ്ങളായി യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ ചില ബിദ്അത്തായ പ്രവർത്തനങ്ങൾ അതിൽ കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതിന്റെ രൂപം എങ്ങനെയാണെന്നും അതിന്റെ ആഴം എങ്ങനെയാണെന്നും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും എല്ലാം റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിലും അപ്പുറമായി ചില സ്നേഹപ്രകടനങ്ങൾ പലപ്പോഴും ബിദ്അത്തിന്റെ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നമുക്കറിയാം, നമ്മേക്കാൾ ഏറെ റസൂലിനെ സ്നേഹിച്ച ആളുകളാണ് സ്വഹാബിമാർ. ഹിജ്റയുടെ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുന്ന സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂലിന്റെ കൂടെ അബൂബക്കർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ രണ്ടുപേരും ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് മരുഭൂമിയിലൂടെ തന്നെ പോകുമ്പോൾ റസൂലിനെ ആരെങ്കിലും കാണുമോ എന്ന പേടിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ ചുറ്റുമായിരുന്നു അദ്ദേഹം പോയിരുന്നത്. അദ്ദേഹം നടക്കുകയായിരുന്നില്ല, റസൂലിന് ചുറ്റും വട്ടമിട്ടുകൊണ്ടായിരുന്നു അദ്ദേഹം നടന്നിരുന്നത്. എനിക്ക് എന്തെങ്കിലും പറ്റിയതിനു ശേഷം മാത്രമേ റസൂലിന് ഒരു പോറലേൽക്കാൻ പറ്റൂ എന്ന ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. വെറും 10 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു. അദ്ദേഹം റസൂൽ പോകുന്ന സമയത്ത് ആ കിടക്കയിൽ റസൂലായിക്കൊണ്ട് അഭിനയിച്ച് അവിടെ കിടക്കുന്നത് ചെറിയ കുട്ടിയായ അലി റളിയല്ലാഹു അൻഹു ആണ്. അത്രമേൽ തന്റെ ജീവനൊരു പ്രശ്നം വന്നാലും റസൂലിനൊരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ച ആളുകളായിരുന്നു ചെറിയ പ്രായം മുതൽ തന്നെ സ്വഹാബിമാരെല്ലാവരും. പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബിമാർക്ക് ശേഷം വന്ന താബികൾക്കില്ലാത്ത, തബൂ താബികൾക്കില്ലാത്ത, പൂർവ്വസൂരികളായ പണ്ഡിതന്മാർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേക സ്നേഹം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നുണ്ട്. പ്രവാചക സ്നേഹത്തിന്റെ ചില അതിരുകൾ എവിടെയാണോ നിർണ്ണയിക്കേണ്ടത് അത് നിർണ്ണയിക്കാതെ മറ്റു മതസ്ഥർക്കെല്ലാം അവരുടെ പ്രധാനപ്പെട്ട ആളുകൾക്ക്, അവരുടെ കേന്ദ്ര പുരുഷന്മാർക്കൊക്കെ ബർത്ത്ഡേ ഉള്ളതുപോലെ, ജന്മദിനാഘോഷമുള്ളതുപോലെ നമുക്കും ഒരു ബർത്ത്ഡേ വേണ്ടേ, നമ്മുടെ റസൂലിനും ഒരു ജന്മദിനാഘോഷമൊക്കെ വേണ്ടേ എന്ന് ചിന്തിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ അതിന് ഇബാദത്തിന്റെ പരിവേഷം നൽകുകയാണ്. അവരുടെ ആരാധനകളിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മീലാദിനെയും കൊണ്ടുവന്ന് അതും ഒരു ആഘോഷമാക്കി മാറ്റുകയാണ്. എത്രത്തോളം ചില ആളുകൾക്ക് ഇപ്പൊ പറയുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ നബിദിനം ആഘോഷിക്കുന്നത് അത് 2 പെരുന്നാളുകളെക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ്, ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയുന്ന ചില പണ്ഡിത വേഷധാരികളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കോ റസൂലിന്റെ സ്വഹാബിമാർക്കോ യാതൊരു നിലയ്ക്കും പരിചയമില്ലാത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് ശേഷം ഏകദേശം 30 വർഷം 4 ഖലീഫമാർ ഭരിച്ചിട്ടുണ്ട്. അതിനുശേഷം 55 വർഷത്തോളം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, അവർ ജീവിച്ചിട്ടുണ്ട്. അതിനുശേഷം 100 വർഷത്തോളം റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന സ്വഹാബിമാർ ജീവിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഏകദേശം 100 വർഷമായിട്ടും യാതൊരു നിലയ്ക്കുമുള്ള ഇത്തരം ചിന്തകളും ആർക്കും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വന്ന താബികൾക്കും തബൂ താബികൾക്കും ഒന്നും അത്തരം ചിന്തകൾ ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞതുപോലെ നബിയുടെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നോ ജന്മദിനം ഒരു ആഘോഷമായി കൊണ്ടു നടക്കണമെന്നോ അതിൽ സന്തോഷിക്കണമെന്നോ അവരാരും ചിന്തിച്ചിട്ടില്ല. മറിച്ച് വീണ്ടും കുറെ വർഷങ്ങൾക്ക് ശേഷം ഹിജ്റ 322 ഷിയാക്കളിലെ ഫാത്തിമിയ വിഭാഗത്തിൽപ്പെട്ട ഉബൈദിയാക്കളാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ജന്മദിനം ആഘോഷിക്കണമെന്ന് പറഞ്ഞ് അതിൽ ഒരുപാട് പുണ്യങ്ങളുണ്ട് എന്ന് പല പോരിശകളും പറഞ്ഞ് ബിദ്അത്തുകളായ പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട പല കാര്യങ്ങളുമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിശ്വാസികളാണ്.
നമ്മുടെ പ്രമാണം എന്നാൽ അത് പരിശുദ്ധ ഖുർആനും അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമാണ്. അത് എങ്ങനെയാണോ നമ്മുടെ പൂർവ്വസൂരികളായ ആളുകൾ അവർ എങ്ങനെയാണോ സഹാബിമാരും താബികളും ഒക്കെ അത് ഏറ്റെടുത്തത്, അതുപോലെ ഏറ്റെടുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അവർക്ക് പരിചയമില്ലാത്ത ഒരു നിലയ്ക്കുള്ള ആരാധനയും ഇബാദത്തുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. റസൂലിനെ അവർ സ്നേഹിച്ചതുപോലെ, അവർ അവരുടെ ജീവൻ പോലും പണയം വെച്ച് സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കാൻ കഴിയണം. റസൂലിന്റെ എല്ലാ മാർഗങ്ങളും പിന്തുടരാൻ കഴിയണം. അതിലെവിടെയാണോ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ വരുന്നത്, ഇല്ലാത്ത പുതിയ കൂട്ടിച്ചേർക്കൽ വരുന്നത്, അത് തിരിച്ചറിയാനും അത് ദീനിലുള്ളതല്ല എന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിലും മറ്റൊക്കെയുള്ള ആരെങ്കിലും അത്തരം ആഘോഷങ്ങളിൽ ഭാഗമാകുന്നുണ്ടെങ്കിൽ അവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഖുർആനിലും സുന്നത്തിലും ഉറച്ചു നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ മാർഗങ്ങളും പൂർണ്ണമായും ഇത്തിബാ ചെയ്യുന്ന, അത് പിന്തുടരുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിദഅത്തിന്റെ കക്ഷികളിൽ നിന്നും ശിർക്കിന്റെ കക്ഷികളിൽ നിന്നും അള്ളാഹു നമ്മെ ഏവരെയും രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉപ്പമാർ അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ തന്നെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ടുമൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്ന എത്രയോ അധികം സഹോദരങ്ങൾ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പലരും പ്രാർത്ഥന വസിയത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം അള്ളാഹു എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കും അവർക്കുമൊക്കെ അള്ളാഹു നാളെ സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ അധികം സഹോദരങ്ങൾ, അവർക്കെല്ലാം അള്ളാഹു നിർഭയത്വവും സ്വാതന്ത്ര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين.